പലപ്പോഴും ഈ CPM സൈബർ സഖാക്കളെയും CPM സൈബർ പോരാളികളെയുമൊക്കെ അടിമക്കമ്മികൾ എന്ന് കളിയാക്കി പലരും വിളിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, യാതൊരു യുക്തിബോധവുമില്ലാതെ യാതൊരു യുക്തിഭദ്രതയുമില്ലാതെ നേതാവിൻ്റെ അടിമകളായി നേതാവിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന, നേതാവിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന, തലയിൽ ഒരു മൂളയുമില്ലാത്ത ആളുകളായി പലപ്പോഴും ഇവർ അധപ്പതിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ ഏറിൽ കയറ്റിയിരിക്കുകയാണ് സൈബർ കമ്മികൾ. മറ്റൊന്നിനുമല്ല, കഴിഞ്ഞ ദിവസം നടൻ ശ്രീനിവാസൻ, ശ്രീനിവാസൻ മരണപ്പെട്ടതിന് പിന്നാലെ എറണാകുളത്ത് ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടായിരുന്നു. ആ പൊതുദർശനത്തിൻ്റെ സമയത്ത് ശ്രീനിവാസന്റെ മൃതശരീരം കിടത്തിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇരുന്നത്. നടുവിൽ ശ്രീനിവാസന്റെ ഭാര്യയും ഇരുന്നു. ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയത്. മുഖ്യമന്ത്രി എത്തുന്നു, മുഖ്യമന്ത്രി എത്തി ശ്രീനിവാസന്റെ മൃതശരീരത്തിന് നേരെ അന്ത്യോപചാരം അർപ്പിക്കുന്നു. അതിനുശേഷം അടുത്തിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് നേരെ തിരിയുന്നു. ധ്യാൻ ശ്രീനിവാസന് നേരെ കൈകൂപ്പുന്നു. ധ്യാൻ ശ്രീനിവാസനാകട്ടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹത്തെ നിർവികാരമായി നോക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയും ശ്രീനിവാസന്റെ ഭാര്യയും അടുത്തിരിപ്പുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ധ്യാനിൻ്റെ ഭാര്യ എണീക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കാനായി പിണറായി പറയുന്നത് നമുക്ക് കാണാം. വിഷയം അതല്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇടതു സൈബർ ഇടങ്ങളിൽ ധ്യാൻ ശ്രീനിവാസന് പൊങ്കാലയോട് പൊങ്കാലയാണ്. മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ രായാവിനെ കണ്ട് എന്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ എണീറ്റില്ല? ധ്യാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ തന്നെ അഹങ്കാരിയാണെന്നൊരു കേട്ടുകേൾവിയുണ്ട്. ഇപ്പോൾ അത് മനസ്സിലായി. അച്ഛൻ മരിച്ചു കിടക്കട്ടെ, അതൊരു പ്രശ്നമല്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ട് ധ്യാൻ ശ്രീനിവാസന് ഒന്ന് എണീറ്റുകൂടാ? വന്നത് ആരെന്ന് അറിയാതെ അല്ലല്ലോ ധ്യാൻ ശ്രീനിവാസൻ ഇത്തരത്തിൽ പെരുമാറിയത്. അപ്പോൾ അഹങ്കാരം തന്നെയാണ്. ഈ ചർച്ചകളിലെ ചില പോസ്റ്റുകൾ ഞാൻ അതേപടി വായിക്കാം. ധ്യാൻ മുഖ്യമന്ത്രി അടുത്തെത്തി വിളിച്ച് അനുശോചനം അറിയിച്ചപ്പോൾ ഒന്ന് എണീറ്റ് ബഹുമാനിക്കാതിരുന്നത് വളരെ മോശമായി പോയി. ഒരു കമ്മി സഖാവിൻ്റെയാണ്, പേര് ജോസ് പ്രകാശ് പോളച്ചിറയിൽ. മറ്റൊരാൾ പറയുന്നു, ധ്യാൻ എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു, അറ്റൻഷൻ അടിച്ച് സല്യൂട്ട് ചെയ്യണം എന്ന് പറയാത്തത് ഭാഗ്യമായി. മറ്റൊരു സഖാവ് പറയുന്നത്, നല്ലത് ചെയ്താൽ ആർക്കും ബഹുമാനം കൊടുക്കാം, ബട്ട് ധ്യാൻ കാണിച്ചത് ഒരുമാതിരി കൊണാത്തിലെ സ്വഭാവമായി പോയി. വേറൊരു സഖാവ് പറയുന്ന, വൈഫ് എണീക്കേണ്ട, അത് വലിയൊരു മഹാമനസ്കതയാണ് കേട്ടോ, വൈഫെങ്കിലും എണീക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അവനൊന്ന് എണീക്കേണ്ടി ഇരുന്നു, അവന് വയ്യേ. ആയിരങ്ങൾക്ക് തോന്നിയ വിചാരമാണ് ഇത്. ആയിരം കമ്മികൾക്ക് തോന്നിയ വിചാരമാണിത്. ഈ ധ്യാൻ ഒരു അഹങ്കാരിയാണ് എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഈ ചില പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും വലിയ കാര്യം, ചില ട്രോളുകളും തമാശകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. നടൻ ശ്രീനിവാസന്റെ വിയോഗം മലയാളക്കരയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. നർമ്മത്തിലൂടെ, അതും ഏറ്റവും തീക്ഷ്ണമായ നർമ്മത്തിലൂടെ സമൂഹത്തിലെ പല വൈകൃതങ്ങൾക്കെതിരെയും പല തെറ്റായ പ്രവണതകൾക്കെതിരെയും ഏറ്റവും വലിയ രാഷ്ട്രീയമായ മൂല്യച്യുതിക്കെതിരെയും പ്രതികരിച്ച ഒരു അഭിനേതാവായിരുന്നു, പ്രതികരിച്ച ഒരു കലാകാരനായിരുന്നു നടൻ ശ്രീനിവാസൻ തുടക്കത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ കമ്മികളൊക്കെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നത്. എന്നാൽ ശ്രീനിവാസൻ എന്നും മനുഷ്യപക്ഷത്ത് നിന്ന ഒരു മനുഷ്യനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മൂല്യച്യുതിക്കെതിരെ തുറന്നു പറഞ്ഞ വ്യക്തിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാന കാലത്തെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞത്, ഒരിക്കൽ ABVPയുടെ പരിപാടിയിൽ രാഖി കെട്ടി, രാഖി അഴിക്കണമെന്ന് DYFIക്കാരോ SFIക്കാരോ ഒക്കെ നിർബന്ധിച്ചു, ഞാൻ അതിന് തയ്യാറായില്ല, എൻ്റെ വിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ
ശ്രീനിവാസൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രീനിവാസൻ അത്തരത്തിലായിരുന്നില്ല പെരുമാറിയതെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനുഷ്യർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ ഈ സൈബർ കമ്മി സഖാക്കന്മാർ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നത് കൊണ്ട് മരിച്ചു കിടന്ന ശ്രീനിവാസൻ എണീറ്റ് സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതായത് ഇനി അത് മാത്രമേ പറയാനുള്ളൂ. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. ആ മകന്റെ വേദന എന്തെന്നറിയാം. സ്വന്തം അച്ഛനും അമ്മയ്ക്കും അപ്പുറം ഈ ലോകത്ത് മറ്റാരുമില്ല, ദൈവം പോലുമില്ല എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്നു, ആ മനുഷ്യൻ നീറുന്ന മനസ്സുമായി അവിടെ ഇരിക്കുന്നു. അപ്പോൾ വരുന്നത് മുഖ്യമന്ത്രിയാണോ, ഇനി പ്രധാനമന്ത്രിയാണോ, ഇനി ഗവർണറാണോ, രാഷ്ട്രപതിയാണോ, അമേരിക്കൻ പ്രസിഡന്റാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത്തരം ചിന്ത ആ മനസ്സിലൂടെ കടന്നു പോവുകയുമില്ല. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത, യാതൊരു തലയിൽ ഒരു തലച്ചോറുമില്ലാത്ത കുറെ എണ്ണമാണ് ഇങ്ങനെ പിണറായി സ്തുതി പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ രായാവാണ് വന്നത്, ആ രായാവ് വന്നപ്പോൾ പ്രജകൾ എണീക്കണ്ടേ, ഇല്ലെങ്കിൽ മഹാ അപരാധമായി പോകില്ലേ? ഈ പറയുന്നത് ഏത് സാഹചര്യമാണെന്നും ഏത് അവസ്ഥയാണെന്നും ചിന്തിക്കാനുള്ള ബോധം പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് ധ്യാൻ ശ്രീനിവാസനെതിരെ വലിയ ആരോപണവും. എന്താണ് അവസ്ഥ? ഈ പറയുന്ന ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ധ്യാൻ എണീക്കാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ബോധവാൻ പോലുമല്ല. അദ്ദേഹം അവിടെ വന്നു, ശ്രീനിവാസൻ ഒരു അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹം കുടുംബാംഗങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം അദ്ദേഹം കൃത്യമായി അറിയിച്ചു. അദ്ദേഹം കൈകുപ്പി തിരികെ പോകുന്നു. എന്നാൽ ഈ അണികളുണ്ടല്ലോ, ഈ കമ്പിക്കൂട്ടങ്ങൾ, ഇവർക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സഖാവ് വന്നിട്ട്, കേരളത്തിൻ്റെ മുഖ്യം വന്നിട്ട് ധ്യാൻ ശ്രീനിവാസൻ എണീറ്റില്ലേ? ധ്യാനല്ല, ശ്രീനിവാസൻ വരെ എണീക്കേണ്ടതായിരുന്നു. പിന്നെ ഭാര്യയ്ക്കും ശ്രീനിവാസനും ചെറിയൊരു ഇളവ് ഞങ്ങൾ കൊടുക്കുന്നു. ധ്യാൻ എണീക്കേണ്ടതായിരുന്നു. ധ്യാൻ അല്ലെങ്കിൽ തന്നെ പണ്ടേ ഒരു അഹങ്കാരിയാണ്. ആ അഹങ്കാരമാണിപ്പോൾ നമ്മുടെ സഖാവ് രായാവിനോട് കാണിച്ചത്. ഇനി മേലാൽ ധ്യാനിനെ കേരളക്കരയിൽ വച്ച് പൊറുപ്പിക്കാനാകില്ല. എന്തൊരു ദുരന്തങ്ങളാണ്! നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്, എന്തൊരു ദുരന്തങ്ങളാണെന്ന്. ഇത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പോലും മനസ്സിൽ വരുന്നില്ല, വായിൽ വരുന്നില്ല. ഇവരാണ് ഉദ്ധരിക്കാൻ നടക്കുന്നത് കേരളത്തിനെ. ഇവരാണ് നരേന്ദ്രമോദിയെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇവരാണ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇവരാണ് കേരളത്തിലെ പുരോഗമനക്കാരെന്ന നാട്യം നടിച്ച് നടക്കുന്നത്. കേരളത്തെ മുഴുവൻ അങ്ങ് മാറ്റിമറിക്കാനുള്ള പുരോഗമന ആശയങ്ങളുടെ എല്ലാം മൊത്തക്കച്ചവടക്കാരാണ്. ആ മൊത്തക്കച്ചവടക്കാരുടെ മനസ്സിൽ നിന്നാണ് ഇത്തരം വൈകൃതമായ വികലമായ പ്രതികരണങ്ങൾ വരുന്നത് എന്നുകൂടി ഓർക്കണം. കേരളത്തിൻ്റെ മഹാനായ ഒരു കലാകാരൻ്റെ അന്ത്യോപചാര ചടങ്ങിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഇത്രയും നെറികെട്ടവന്മാർ ലോകത്ത് വേറെ ആരുണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കണം.